ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കണം. അതായത് ഇപ്പോൾ വെയിലൊക്കെയാണ്, സമ്മർ ടൈമാണ്, നല്ല രീതിയിൽ സ്കിന്ന് കരിവാളിച്ച് പോകാനും റഫായിട്ടും ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ നമ്മുടെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫേസ് എപ്പോഴും ഭയങ്കര ഓയിലി ആയിട്ട് ഇരുണ്ടിരിക്കും. ആ ഒരു പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറാനും, അതേപോലെ നമ്മൾ ചെറിയ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ട് ഏജ് ഫീൽ ചെയ്യിക്കുക അല്ലെ, മുഖത്ത് ചുളിവുകളൊക്കെ വന്ന് ഭയങ്കര ഏജ് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ അതൊക്കെ മാറ്റാനായിട്ട് ഇന്നത്തെ സ്കിൻ കെയർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബെസ്റ്റും അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ സഫ്രോൺ ആൻഡ് പപ്പായ ഗ്ലോ ബ്രൈറ്റ് ഫേസ് വാഷ് ആണ്. ഇത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോയിങ് ആക്കി വെക്കും, നന്നായിട്ട് തിളക്കം തരാനായിട്ട് സഹായിക്കും. അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200 സംതിങ് ആണ് കേട്ടോ, 249 അത്രയേ ഉള്ളൂ പാക്കേജിങ് പ്രൈസ് വരുന്നത്. നമുക്ക് ഓൺലൈൻ സൈറ്റുകൾ ചിലപ്പോൾ ഇതിലും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ വിറ്റാമിൻ B5 ഗ്ലിസറിനുമാണ് കണ്ടൻറ്റ് വരുന്ന ഈ ഒരു ഫേസ് വാഷിൻ്റെത്. പിന്നെ പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് 100% വേഗൻ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, പാരബനസിലസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. ജെൻറ്റിലാണ്, ഒരുപാട് ഡ്രൈ ആക്കില്ല നമ്മുടെ സ്കിന്നിന്. പ്രത്യേകിച്ച് ഈ സമ്മർ ടൈമിലൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എപ്പോഴും ഒത്തിരി ജെൻറ്റിലായിട്ടുള്ളതും നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കുന്നതും ആയിരിക്കണം. അപ്പോൾ ഇതൊരു ജെൽ ടൈപ്പിലുള്ള ഒരു സഫ്രോണിൻ്റെ കണ്ടൻറ്റ്, അതായത് കുങ്കുമപ്പൂവിൻ്റെയും പപ്പായയുടെ കണ്ടൻറ്റൊക്കെ വരുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തു ഒരു 2 മിനിറ്റെങ്കിലും നല്ല രീതിയിൽ ഫേസ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാനൊരു മൈക്രോ ഫൈബർ ടവൽ ഉപയോഗിച്ചിട്ടാണ് ഫേസൊക്കെ തുടക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഈ രീതിയിലുള്ള, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസ് യൂസ് ചെയ്യട്ടെ ഫേസൊക്കെ തുടക്കാനായിട്ട്. കാരണം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന തോർത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫേസ് നമ്മൾ തുടക്കുന്നത് നല്ലതല്ല. കാരണം സ്കിന്നിൽ ഭയങ്കര അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാവാനൊക്കെ, സ്കിന്നാകാനുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് റഫാകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് തുടക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഫേസ് ഇതാ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ pH ബാലൻസ് ചെയ്യാനും സ്കിന്ന് എക്സ്ട്രാ നല്ലൊരു റിഫ്രഷിങ്ങും നല്ലൊരു ഗ്ലോനെസ്, നല്ലൊരു ഹൈഡ്രേഷനൊക്കെ കൊടുക്കാനായിട്ട് ടോണർ ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യണത് പിൽഗ്രീമിൻ്റെ 1% വൈറ്റമിൻ സി ടോണറാണ്. ഇതിൽ കക്കഡു പ്ലമ്മും അതേപോലെ ലൈം പേളുമാണ് കണ്ടൻറ്റ് വരുന്നത്. ഇതിനും ഈ പറഞ്ഞ പോലെ ഒരു 200 സംതിങ് ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ആഫ്റ്റർ ഫേസ് വാഷിന് ശേഷം മോർണിംഗും നൈറ്റ് ടൈം ഒക്കെ ടോണർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ആണെങ്കിലും, പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ടോണറൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നോക്കി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ടോണേഴ്സ് ആണെങ്കിൽ ഇതിനായിട്ട് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കും, നല്ല രീതിയിൽ ഫേസിൽ സ്പ്രേ ചെയ്തിട്ട് ഡാബ് ചെയ്ത് ഫേസിലോട്ട് അബ്സോർബ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ കാണിക്കുന്നുണ്ട്. ടോണർ ഉണ്ടല്ലോ, നമ്മളൊരു 7 times ഒക്കെ ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കുക, അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ 1 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ സിറം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ചിട്ട് സിറം യൂസ് ചെയ്യാം. എൻ്റെ സ്കിന്നിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്കിന്നിന് എനിക്ക് തോന്നിയത് ഇത്തിരി ഹൈഡ്രേഷൻ കൂടുതലായിട്ട് കൊടുക്കാൻ, പ്രത്യേകിച്ച് സമ്മർ ടൈം ആയതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് 10% കേട്ടോ. നയാസിനമൈഡ് കണ്ടൻറ്റ് വരുന്നത് ഈ ഒരു സിറമാണ്. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ റൈസ് വാട്ടർ, കഞ്ഞിവെള്ളവും നയാസിനമൈഡുമാണ് കണ്ടൻറ്റ് വരുന്നത്. നയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കും, നല്ല ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ള നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നാകാണ്ട് ഹെൽപ്പ് ചെയ്യും. സെലിബ്രിറ്റീസൊക്കെ കൂടുതലും സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഒരു സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡും നയാസിനമൈഡ് കണ്ടൻറ്റ് വരുന്ന സിറംസാണ്. കാരണം ഹൈഡ്രേഷനാണ് അവർ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ. സ്കിന്നിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വേറെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതൊക്കെ നല്ല രീതിയിൽ മാറ്റാനുള്ള സിറംസ് യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പം മുഖത്ത് കരിവാളിപ്പുണ്ട്, മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സിറംസ് അവൈലബിൾ ആണ്, അത് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. വൈറ്റമിൻ സി ഒക്കെ നല്ലതായിരിക്കും മുഖക്കുരു ആണെങ്കിലും കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ അങ്ങനെ മുഖക്കുരു കറുത്ത പാടുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഹൈലറോണിക് ആസിഡും നയാസിനമൈഡ് കണ്ടൻറ്റ് വരുന്ന സിറംസ് ഇപ്പോൾ യൂസ് ചെയ്യണത്. സിറംസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിന് അനുസരിച്ചിട്ട്. അപ്പോൾ അതാ നന്നായിട്ട് ഫേസിൽ അതും അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടും പിശുക്ക് കാണിച്ചിട്ടില്ല. സിറംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു കളർ ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുക. അതുകൊണ്ട് നല്ല രീതിയിൽ നെക്കിലും
ഫേസിലാക്കിയിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇത്തിരി ടൈം എടുത്ത് തന്നെ ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ അബ്സോർബ് ആകാനായിട്ട് കുറച്ച് ടൈം കൊടുക്കണം. ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അബ്സോർബ് ആവില്ല. ചിലവരുടെ സ്കിന്ന് ഇത്തിരി ഡ്രൈയിങ് ആണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ആകും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് ഒരു കുറച്ച് സെക്കൻഡ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അടുത്തതുണ്ടെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത്, സിതാഫിലിൻ്റെത്. ഇത്തിരി പ്രൈസ് ഉണ്ട്, 500 സംതിങ് ആണ്. അത്യാവശ്യം ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ക്രീംസൊക്കെ ഇത്തിരി പ്രൈസ് ഉള്ളതായിരിക്കും. ഒന്ന് സെതാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്കൊക്കെ യൂസ് ചെയ്യാം. നല്ല ഹൈഡ്രേറ്റഡ് ആണ്, കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൈലൂ ജെൽ എന്നുള്ളൊരു മോയ്സ്ചറൈസറാണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഹൈലറോണിക് ആസിഡ് ജെല്ലാണ് കേട്ടോ ഇത്. നോൺ സ്റ്റിക്കി ആണ്, നോൺ ഓയിലി ആണ്, നല്ലൊരു വാട്ടറി കൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്ന ഒരു ജെൽ ടൈപ്പിലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതിന് ഒരു പ്രൈസ് കുറവാണ് കേട്ടോ, 270 ആണ്. പക്ഷേ ഇത് നെറ്റ് വെയിറ്റ് ഇത്തിരി കുറവാണ്, 30 ഗ്രാംസിനാണ് 270 റുപ്പീസ് വരുന്നത്. എന്തായാലും ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. ഞാൻ ആമസോണിൽ നിന്നാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും പർച്ചേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിങ്കുകളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് അടുത്തൊരു എന്താ പറയുക മോയ്സ്ചറൈസർ. 2 മോയ്സ്ചറൈസർ ഞാൻ കാണിച്ചതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹൈലൂ ജെല്ലാണ്. കാരണം ഇതിൽ ഹൈലറോണിക് ആസിഡ് കണ്ടൻറ്റ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ സ്കിന്നിലെ സമ്മർ ടൈം ആയതുകൊണ്ടും സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖത്ത് ചുളിവുകളൊന്നും ഉണ്ടാവില്ല, നല്ല ബ്രൈറ്റായിട്ടിരിക്കും, വളരെ നല്ല റിഫ്രഷിങ്ങും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഹൈലറോണിക് ആസിഡ്, നയനാസിനമൈഡ് കണ്ടൻറ്റ് വരുന്ന സിറംസും മോയ്സ്ചറൈസേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒരു 1 മിനിറ്റെങ്കിലും ഒന്ന് ഫേസിലോട്ട് അബ്സോർബ് ആകാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വേറെ ഒന്നുമല്ല, മോർണിംഗ് ടൈമാണ് ഞാൻ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഏതൊരു കാലാവസ്ഥയിലാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതാണ്. വെയിലുള്ള സമയമൊന്നും മാത്രമല്ല, എല്ലാ ദിവസവും നമ്മളൊരു കാലാവസ്ഥയൊക്കെ അനുസരിച്ച് നമ്മൾ ഡെയിലി നമ്മൾ പുറത്ത് പോകുന്നതിന്, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇട്ട് നിൽക്കുക കേട്ടോ. പുറത്ത് പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് മമ്മായത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ്. ഇതിൽ വിത്ത് വൈറ്റമിൻ സിയും ടർമറിക് കണ്ടൻറ്റുമാണ് വരുന്നത്. ഇതിൽ SPF 50യും PA+++ഉം ആണ് കേട്ടോ. ഞാൻ ഇത്ര 3 വിരലിൽ ഒരിത്തിരി ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിട്ടിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫേസിലും നെക്കിലൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റി മതിയാകും. ഇതെന്നുണ്ടെങ്കിൽ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല കട്ടിയുള്ള ക്രീമാണ്. പക്ഷേ വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷനും ഫേസിനൊരു ഗ്ലോവും കൊടുക്കും കേട്ടോ. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സൺസ്ക്രീനാണ് ഇത്. ഇതിൽ വൈറ്റമിൻ സി കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. മുഖത്തെ കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇതിൽ മഞ്ഞളുടെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. ഈ ക്രീമിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതൊരു നോൺ സ്റ്റിക്കി ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും സൺസ്ക്രീൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് അങ്ങനെ കേട്ടോ, അത് ഈസി ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ക്രീമും കൂടിയാണ് ഈ ഒരു സൺസ്ക്രീൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു മോർണിംഗ് റുട്ടീനിൽ ചെയ്യേണ്ട. സൺസ്ക്രീൻ കൂടി ഉൾപ്പെടുത്തണം. നൈറ്റ് ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നില്ല. മോർണിംഗ് ടൈമിൽ അതിപ്പോൾ ഏതൊരു കാലാവസ്ഥയാണെങ്കിലും മഴക്കാലം ആണെങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുക, സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ തന്നെ മുഖത്തെ വെയിലേറ്റ് ആ ഒരു കരിവാളിപ്പ് സൺടൺ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സൺസ്ക്രീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് അഫോർഡബിൾ ആണ്, 300 സംതിങ് എന്തോ ഉള്ളൂ കേട്ടോ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കേണ്ട. എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുകയാണ് ലിപ് ബാം. ലിപ് സിറംസ്, ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ കുറേ ആയിട്ട് അതൊക്കെ യൂസ് ചെയ്യണതാണ്. ഇപ്പോൾ എൻ്റെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം പനിയൊക്കെ വന്നതിന് ശേഷമേ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ട് ചുണ്ടിൻ്റെ സൈഡ് ഇങ്ങനെ പുള്ളിയതുപോലെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ക്രീമാണ് യൂസ് ചെയ്യണത്. ഇത് ലിപ്സ് ലൈറ്റ് എന്നുള്ള ഒരു ലിപ് ലൈറ്റനിങ് ക്രീമാണ്. 15 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 259 അത്രയൊക്കെയാണ് കേട്ടോ. ഇതും ഞാൻ ആമസോണിലെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. ഇത് നമുക്ക് മോർണിംഗും നൈറ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ അത്യാവശ്യം പുറത്തൊക്കെ പോവാണ് ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നൈറ്റ് ടൈം യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഫീഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് പതിയെ പതിയെ ഫെയ്ഡ് ആവും. ഞാനിപ്പോഴായിട്ട് അങ്ങനെ ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒന്നും ചെയ്യലില്ല. അല്ലെങ്കിൽ ലിപ് കെയറിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ അങ്ങനെ മടിയായിട്ട് ചെയ്യലില്ല. അപ്പോൾ ഞാനിതോർത്തു ഇതാകുമ്പോൾ ഈസി ആണല്ലോ, ഈ ഒരു ക്രീം വാങ്ങിച്ചിട്ട് നൈറ്റ് ടൈം ആണെങ്കിലും ഇട്ടാൽ മതിയില്ല. കണ്ടല്ലേ ഈ ഒരു സൈഡിൽ നല്ല രീതിയിലുണ്ട്, ബാക്കിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. അപ്പോൾ
ഇതാണ് നെക്സ്റ്റ്. നല്ല രീതിയിൽ ലിപ്പിൽ പിഗ്മെൻറ്റേഷനും ഇതേപോലെ എൻ്റെ പോലെ ഇങ്ങനെ എടുത്തറിയുന്ന രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യട്ടെ, നല്ലതാണ്. ഒരു വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.